ഈ റൂമിൽ പല ആത്മാക്കൾ കാണും. മനസ്സിലായേ? ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോൾ മഹാവതാർ ബാബാജിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളുകൾ ഇതിനകത്ത് കാണും. നമുക്കവരെ കാണാൻ പറ്റുന്നില്ല, അവര് നമ്മളെ കാണുന്നുണ്ട്. രാമാനുജൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, 33 വയസ്സ് വരെ ജീവിച്ചിരുന്നു, നാമക്കല്ലുകാരനാണ്. അദ്ദേഹം ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രം തെളിയിച്ചത് 1970-കളിലാണ്. ഇദ്ദേഹം 1920-കളിലാണ് ഇത് അയച്ചിരിക്കുന്നത്. സരസ്വതി നദി അന്തർദ്യാമിയായിട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഞാൻ ഈ പ്രയാഗരാജിൽ പോയിട്ടുണ്ട്. പ്രയാഗരാജിൽ ഈ ത്രിവേണി സംഗമത്തിൽ ഇവർ കൊണ്ടുപോകും. അവിടുത്തെ ആൾക്കാർ ഈ ഗംഗ യമുന ഇത് 2 രീതിയിലാണ്, 2 കളറിലാണ് ഒഴുകുന്നത്. ഈ വെള്ളം നമുക്കറിയാൻ പറ്റും, 2 കളറിലാണ്. രാജസ്ഥാൻ പീഠഭൂമിയുടെ അന്തർധാരയിലൂടെ ഈ സരസ്വതി നദി പ്രവഹിക്കുന്നു എന്നാണ് പറയുന്നത്. പൂജ കഴിച്ചിട്ട് ഈ ഒരു കുഴൽക്കിണർ ഒഴിച്ചപ്പോൾ അതിലകത്ത് കുംഭമേളയ്ക്ക് കുറച്ച് 2 മാക്സിമം 2 മാസത്തിനുള്ളിലുള്ള സംഭവമാണിത്. ഈ കുംഭമേളയുടെ സമയത്ത് പ്രത്യേകിച്ച് മൊബൈൽ അവർക്ക് ഇത് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിൻ്റെ വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്, തരംഗങ്ങളാണ്. അവരും തരംഗദൈർഘ്യമാണ്. മനസ്സിലായി? ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ പുറത്തു പോകുമ്പോൾ ഭാരതത്തിൻ്റെ പവർ അതിനകത്ത് ശ്രീ എം കെ രാമൻ സാറിൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആ എനർജി സെന്റർ എന്ന് പറയുന്ന കൈലാസമാണ്. കോൺസ്പിറസി തിയറി ആയിരിക്കാം. ഇപ്പം ഹിറ്റ്ലറുടെ ആ ഒരു യുദ്ധ സമയത്ത് ഹിറ്റ്ലറും ഹിമാലയം സന്ദർശിച്ചു പോയിട്ടുണ്ട് എന്നൊരു റൂമറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കഥകളും കേൾക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഹിമാലയത്തിൽ അങ്ങനെ സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. സീക്രട്ടായിട്ട് എല്ലാം സീക്രട്ടാണ്, എല്ലാ സ്ഥലങ്ങളും സീക്രട്ടാണ്, എല്ലാ സ്ഥലങ്ങളും. എനിക്ക് തോന്നുന്നു പ്രപഞ്ചം മൊത്തത്തിൽ സീക്രട്ടാണ്. നമ്മളിപ്പോ ഇരിക്കുന്ന റൂമിൽ പോലും നമ്മളിപ്പോ മറ്റേ അന്ന് ഒരു ഇങ്ങനെ ഇത് വെച്ച് നോക്കുന്ന ഒരു സാർ വന്നിരുന്നു, നോഡ് വെച്ച് നോക്കുന്ന ആത്മാക്കളെ നോക്കുന്നത്, അബാക് മീഡിയയിൽ വന്നിരുന്നു. അദ്ദേഹം വന്ന് നോക്കി ഈ റൂമിൽ പല ആത്മാക്കൾ കാണും. മനസ്സിലായേ? ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോൾ മഹാവതാർ ബാബാജിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളുകൾ ഇതിനകത്ത് കാണും. നമുക്കവരെ കാണാൻ പറ്റുന്നില്ല, അവര് നമ്മളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പിതൃക്കന്മാർ, ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും ഇല്ല, അവര് ചിലപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന വരുന്നുണ്ടാകും, വന്ന് കാണും. മനസ്സിലായി? നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതില്ല എന്നാകുന്നില്ല. ഈ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ശാസ്ത്രത്തിന് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ രാമാനുജൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, 33 വയസ്സ് വരെ ജീവിച്ചിരുന്നു, നാമക്കല്ലുകാരനാണ്. അദ്ദേഹത്തിന്റെ ബ്രിട്ടനിലെ പ്രൊഫസർക്ക് കുറെ അധികം തിയറികൾ, ഫോർമുലാസ് വിടും. അദ്ദേഹം ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രം തെളിയിച്ചത് 1970-കളിലാണ്. ഇദ്ദേഹം 1920-കളിലാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കണത്, നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്റെ കുലദേവം പറയുന്നു. അത് ലക്ഷ്മി നരസിംഹന മറ്റാണ്, നാമക്കൽ. എന്റെ കുലദേവം പറയുന്നു. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏതൊരു ശാസ്ത്രജ്ഞൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് തോന്നുന്നു, ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ് ഞാൻ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വെളുപ്പിനെ 3 മണിക്ക് എന്നെ ആരോ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു തന്ന ഫോർമുലയാണെന്ന് പറയുന്നുണ്ട്. ഒരു ആർട്ടിക്കിൾ ഏതിലാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പറയുന്നുണ്ട്. ഇപ്പൊ പല കഥാകാരന്മാർ സൂപ്പർ ഹിറ്റ് കഥകൾ സിനിമയായിട്ടുണ്ടല്ലേ, ഇവരുടെയൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ, ഈ ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഇവർ എഴുന്നേറ്റ് 3 മണി 2:30-3 മണിക്ക് ഇവർ എഴുന്നേറ്റ് കഥകൾ എഴുതുന്നത്. അത് അവരൊരു സൃഷ്ടി നിർവഹിക്കുക. അവര് തന്നെ അവരുടെ മനസ്സിലൊരു കഥ തോന്നലായിട്ട് വന്നിട്ട് സൃഷ്ടി ഇതായി. ചിലപ്പോൾ അത് കഥയായിട്ട് ബുക്കായിട്ട് ബെസ്റ്റ് സെല്ലറാകാം, ചില സമയത്ത് അത് നല്ലൊരു സിനിമയാകാം. അപ്പോൾ ഈ പ്രപഞ്ചം പലരിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടോ, നമ്മൾ ആ സമയത്ത് നമ്മളത് ഒന്ന് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കും. ഇപ്പൊ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടോ ഇത് വെറുതെ ആണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? എത്രയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ കുംഭമേളയും വലിയ താമസമില്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടും. അതുകൂടാണ്ട് ആൾക്കാർ ഈ കുംഭമേള കാണാൻ പോകും. അപ്പൊ ഈ കുംഭമേള പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സരസ്വതി നദി അന്തർദ്യാമിയായിട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഞാൻ ഈ പ്രയാഗരാജിൽ പോയിട്ടുണ്ട്. പ്രയാഗരാജിൽ ഈ ത്രിവേണി സംഗമത്തിൽ ഇവർ കൊണ്ടുപോകും. അവിടുത്തെ ആൾക്കാർ ഈ ഫിഷർമെന്നും ആണ്, അവര് തോണിയുണ്ട്. അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഗംഗ യമുന ഇത് 2 രീതിയിലാണ്, 2 കളറിലാണ് ഒഴുകുന്നത്. ഈ വെള്ളം നമുക്കറിയാൻ പറ്റും, 2 കളറിലാണ്. അതിൽ ഈ സരസ്വതി നദി അന്തർദ്യാമിയാണെന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിൾ, ഒരു വീഡിയോ കണ്ട്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ജയ്സാൽമീർ ഇല്ലേ, രാജസ്ഥാൻ പീഠഭൂമി, ആ രാജസ്ഥാൻ പീഠഭൂമിയുടെ അന്തർധാരയിലൂടെ ഈ സരസ്വതി നദി പ്രവഹിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ എന്താണ്ടോ ഒരു കുഴൽക്കിണർ കുഴിച്ചപ്പോൾ എന്തോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടല്ലേ എന്തുണ്ടെങ്കിലും അവർക്ക് പൂജ കഴിച്ചിട്ട് ഈ ഒരു കുഴൽക്കിണർ ഒഴിച്ചപ്പോൾ അതിലകത്ത് നിന്ന് അനിയന്ത്രിതമായിട്ട് വെള്ളം പ്രവഹിക്കുന്നതാണ്. അപ്പൊ അവിടെയുള്ളവർ പറയുന്നത് ഈ താഴത്തുകൂടി പ്രവഹിക്കും. അത് ഈ കുംഭമേളയ്ക്ക് കുറച്ച് 2 മാക്സിമം 2 മാസത്തിനുള്ളിലുള്ള സംഭവമാണിത്.
ഈ കുംഭമേളയുടെ സമയത്ത് ഈ സരസ്വതി നദിയാണ് ഇപ്പോൾ താഴത്ത് നിന്ന്. കാര്യം അവിടെ ഇത്രയും പീഠഭൂമി ഈ വരണ്ട പ്രദേശമായതുകൊണ്ട് ഇത്രയും അനിയന്ത്രിതമായ വെള്ളം കിട്ടേണ്ട ആവശ്യം കാണുകയില്ല. പക്ഷെ അവര് കുഴിച്ചത് അനിയന്ത്രിതമായിട്ട് വെള്ളം വരികയാണ്. അതിന്റെ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അവര് പറയുകയാണ് ഈ സരസ്വതി നദി ഓവർഫ്ലോ ചെയ്താണത് നമ്മുടെ രാജ്യം. സരസ്വതി നദി എന്ന് പ്രത്യക്ഷപ്പെടുന്നു അന്ന് തൊട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗതയും മാറുന്നു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒരു പക്ഷേ ഈ കുംഭമേള ഭാരതം വേറൊരു ലെവല് വരും. അതിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ. ഇപ്പൊ നിസാരം നമ്മൾ ശുദ്ധമായ മനസ്സോടെ ഒരു മുൻവിധിയും ഇല്ലാണ്ട് ഈ കുംഭമേള കാണിക്കുന്ന മെയിനായിട്ടുള്ള അഹാടകൾ പോയിട്ട്, ഇപ്പൊ ആനന്ദവനം സ്വാമി പറഞ്ഞു ആദ്യം ജൂന അഹാടയാണ് സ്നാനത്തിന് പോകുന്നത്. അവിടെ നമ്മൾ വെറുതെ നല്ലൊരു TV ഉണ്ടെങ്കിൽ കണ്ടിട്ട് വെറുതെ നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ചും ഫുട്ബോളും ഒക്കെ കാണുമല്ലോ, അതേ മനസ്സോടെ കൂടെ ആര് ജയിക്കും ആര് തോക്കുന്നൊന്നും അറിയാണ്ടാണ് നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ ഇന്ന ടീം ജയിക്കണം ഇല്ലാണ്ട് നമ്മൾ ഒരു നിശ്ചിത താല്പര്യം ഇല്ലാണ്ട് കാണും അല്ലേ. അതുപോലെ നമ്മൾ ഇത് നല്ലൊരു TV-യിൽ ഇത് കാണുക. ആ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില എനർജീസ് നമ്മളിലേക്ക് പ്രവഹിക്കും. കാര്യം ഈ ഇലക്ട്രോണിക് മീഡിയ നമ്മൾ വിചാരിക്കും ഈ എനർജി ഒന്നും പ്രവഹിക്കുന്ന ഒരു സംഭവമല്ലാന്ന്. പക്ഷേ ഇലക്ട്രോണിക് മീഡിയ എനർജി പ്രവഹിക്കുന്ന ഒന്നാം തരം സാധനമാണ്. ഏറ്റവും കൂടുതൽ സോൾസ് ആക്ട് ചെയ്യുന്ന ഒരു സംഭവം ഇലക്ട്രോണിക് മീഡിയയിലാണ്. അത് മെസ്സേജ് അയച്ച കാര്യം നമ്മുടെ മറ്റേ ആത്മാക്കളോടൊപ്പം എഴുതിയ ശ്രീമതി തെരേസ മാം പറഞ്ഞിട്ടുണ്ട്. മാമിൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ മാം പറഞ്ഞിട്ടുണ്ട്. കാര്യം അവർക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഇലക്ട്രോണിക്സ് എക്വിപ്മെൻറ്റ്സ് പ്രത്യേകിച്ച് മൊബൈല് അവർക്ക് ഇത് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിൻ്റെ വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്, തരംഗങ്ങളാണ്. അവരും തരംഗദൈർഘ്യങ്ങളാണ്. മനസ്സിലായി. ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ പുറത്തു പോകുമ്പോൾ പലരുടെയും ഇതിനകത്ത് സ്പാർക്കാവും. ഒരു കാര്യം പറയാം, ഞാനോ താങ്കളോ ശ്രീ രാഹുൽജിയോ അന്ധമായ ഒരു വിശ്വാസികളല്ല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ, ഞാൻ തീവ്രമായിട്ട് യുക്തിവാദം ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇത് ശരിയെന്ന് ആദ്യം മനസ്സിലാക്കേണ്ട എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ശരിയെന്ന് മനസ്സിലാക്കി വരികയാണ്. ഇനിയും മനസ്സിലാക്കാനുണ്ട്, കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സംശയദൃഷ്ടിയോടെയാണ് ഇതെല്ലാം നോക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ ഇത്രയും സംസാരിക്കണമെങ്കിൽ വളരെയധികം അനുഭവങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിയാണല്ലോ, ശരിയാണെന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല അല്ലെ, അപ്പോഴും നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല അല്ലെ, ഈഗോ സമ്മതിക്കുന്നില്ല. എങ്കിലും ശരിയാണല്ലോ, ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ എത്തിച്ചെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന്റെ ഭാരത പവർ, അതിലേറ്റവും വലിയ ഒരു ഇത് ഭാരതത്തിന്റെ പവർ. അതിനകത്ത് ശ്രീ എം കെ രാമൻ സാറിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ലോകത്തിന്റെ ആ എനർജി സെന്റർ എന്ന് പറയുന്ന കൈലാസമാണ്. അത് ശരിക്കും പണ്ട് ഭാരതം എന്ന് പറയുന്ന ആ പണ്ടത്തെ ഭാരതത്തിന്റെ ഒരു കോണായിരുന്നു. അത് ശരിക്കും ഒരു പോയിന്റാണെന്ന് പറയുന്നത്. കൈലാസം എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ആ പോയിന്റിന്റെ ഒരു പരിസരത്തിരിക്കുന്ന നമ്മളിലേക്കെല്ലാം അത് വരട്ടെ. ഭാരതത്തിന്റെ ഭാവി ഭാഗതയെ ഇവിടുത്തെ ഈ 145 കോടി ജനങ്ങൾക്കും നന്മയുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ കുംഭമേള ഒരു നിമിത്തമാകട്ടെ. നമ്മുടെ ഈ ചർച്ച നമ്മൾ പ്രതീക്ഷിച്ച് വന്നതല്ലേ, ഇപ്പൊ തീരുമാനിച്ച് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണ് അല്ലേ, അവർ കണ്ടതിലാണ്. എന്തോ ഇത് നിയോഗമാണ്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരട്ടെ. അപ്പൊ കുംഭമേള നമുക്കും സങ്കല്പ സ്നാനം നടത്താം.